വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് 2024 ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ നല്ലോണം ആഘോഷിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ദുബായിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്നവരാണെങ്കിൽ നിങ്ങൾ സി വിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം. അപ്പോൾ നമ്മളൊരു ജോബ് നോക്കി തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഇന്റർവ്യൂ കോൾ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുന്നതിനൊക്കെ മുന്നേ തന്നെ നമുക്ക് മുന്നേ അവിടെ എത്തുന്ന ഒന്നാണ് സി വി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സി വി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഇന്റർവ്യൂ കോൾ കിട്ടാൻ ചാൻസ് ഇല്ല. അതിപ്പോൾ ഇന്ന ഫീൽഡൊന്നുമില്ല, എല്ലാ ഫീൽഡിലും ഇപ്പോൾ ഒരു അക്കൗണ്ടന്റ് ആയിക്കോട്ടെ, ഒരു സെയിൽസ് മാനേജർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫീൽഡ് ആയിക്കോട്ടെ, ഏത് ഫീൽഡിലാണെങ്കിലും നമ്മുടെ സി വിന്നാണ് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു സി വി നല്ല പ്രോപ്പറായിട്ടല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെങ്കിൽ അവരത് പിക്കപ്പ് ചെയ്യുന്നത് ചാൻസ് വളരെ കുറവാണ്. നമുക്കൊരു ഇന്റർവ്യൂ കോൾ കിട്ടുന്നതും കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ സി വി പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സി വിക്കകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രിപ്പറേഷൻ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുമ്പോൾ പോയിന്റ്സ് ടു റിമെമ്പർ വൈൽ പ്രിപ്പയറിംഗ് എ സി വി. രണ്ടെന്ന് പറയുമ്പോൾ തിങ്സ് ടു ഇൻക്ലൂഡ് ഇൻ എ സി വി. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അറേഞ്ച് യുവർ സി വി ഇൻ 2 pages, മാക്സിമം 2 pages. ഒരു പേജ് അല്ലെങ്കിൽ 2 പേജിനുള്ളിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് സി വി സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ കണ്ടിട്ടുണ്ട് ചിലരുടെ സി വി ഒക്കെ 3-4 പേജസ് ഒക്കെ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ 3-4 പേജിലൊന്നും സി വി ഉണ്ടാക്കരുത്. ഇവിടെ ചിലർ 1 പേജ് ആണ് പറയുന്നത്, ചിലർ 2 പേജ് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം 2 പേജിനുള്ളിൽ നിങ്ങളുടെ സി വി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എപ്പോഴും ഒരു പ്രൊഫഷണൽ ഫോട്ടോ വേണം നിങ്ങളുടെ സി വിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലർ സെൽഫി വെക്കും, ചിലർ മുടി അഴിച്ചിട്ട് ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ട് വെക്കുന്നതും അങ്ങനെയുള്ള ഫോട്ടോസ് ഒന്നും നിങ്ങൾ സി വിയിൽ വെക്കാണ്ടിരിക്കുക. പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോസ് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അടുത്ത കാര്യം എന്ന് പറയുമ്പം റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ വേണം നിങ്ങൾ സി വി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പൊ എക്സ്പീരിയൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജോബ് ഏതാണോ അത് വെക്കുക. ഇപ്പൊ 2023 നിങ്ങളുടെ ലേറ്റസ്റ്റ് ജോബെങ്കിൽ നിങ്ങൾ അത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിലോട്ട് വെച്ച് പോവുക. അപ്പൊ എഡ്യൂക്കേഷന്റെ കേസ് പറയുകയാണ്, നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ PG വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ UG വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. അപ്പൊ സി വി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ വേണം നിങ്ങൾ സി വി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ മേക്ക് യുവർ സി വി ATS ഫ്രണ്ട്ലി. ഇവിടെ കൂടുതൽ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വിസ് ആണ് നോക്കാറുള്ളത്. കാരണം ഈ ATS ഫ്രണ്ട്ലി ഇപ്പൊ നിങ്ങൾ വേർഡിലൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ATS ഫ്രണ്ട്ലി ആണ്. പക്ഷെ നിങ്ങൾ ഈ അഡോബ് ഫോട്ടോഷോപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ പ്രിപ്പയർ ചെയ്താൽ അത് ATS ഫ്രണ്ട്ലി അല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ചില വേർഡ്സ് ആണ് ഇവര് ഇപ്പൊ നമ്മുടെ ഒരു സി വി മാത്രം ആയിരിക്കൂല ഒരു HR കയ്യിൽ കാണുക, ഒത്തിരി പേരുടെ സി വി കാണും. അപ്പൊ നമ്മള് ചില പിക്കപ്പ് വേർഡ്സ് അവരെ അടിച്ചു കൊടുത്തിട്ടാണ് നമ്മുടെ സി വി അവർ പിക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ സി വി അവർ പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ATS ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മുടെ സി വി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യാറുള്ള ഒരു റെഫറൻസ് വെക്കാറുണ്ടല്ലേ, നമ്മളെ സി വിയിൽ ലാസ്റ്റ് നമ്മളൊരു റെഫറൻസ് വെക്കാറുണ്ട്. ആ റെഫറൻസ് നിങ്ങൾ എന്താ പറയാ, സി വിയിൽ നമ്മൾ ആ റെഫറൻസ് വെക്കുന്നത് ആരുടെയാണോ പേര് ആ പേര് വെക്കും, നമ്പർ വെക്കും, ചിലപ്പോൾ അഡ്രസ് ഡീറ്റെയിൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ സി വിയിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സി വിയിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചേക്കുക, വിൽ ബി പ്രൊവൈഡഡ് അപ്പോൺ റിക്വസ്റ്റ്. ഇപ്പൊ നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ അവർ റിക്വസ്റ്റ് ചെയ്യുവാണ്, നിങ്ങളുടെ റെഫറൻസിന്റെ നമ്പർ വേണം, അല്ലെങ്കിൽ പേര് വേണം, കോൺടാക്ട് നമ്പർ വേണമെന്ന് അവർ റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്കത് കൊടുക്കുക. അപ്പൊ സി വിയിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചേക്കുക, വിൽ ബി പ്രൊവൈഡഡ് അപ്പോൺ റിക്വസ്റ്റ് എന്നുള്ള രീതിക്ക് നിങ്ങൾ അങ്ങനെ മെൻഷൻ ചെയ്താൽ മതിയാവും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഗ്രാമർ ആൻഡ് സ്പെല്ലിങ് ഫുൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വേണം സി വിയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സി വി പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങളൊരു 3-4 വട്ടമൊക്കെ സ്പെല്ലിങ്ങും ഗ്രാമറും ഒക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സി വി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു സി വി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
അടുത്തെന്ന് പറയുമ്പോൾ ഇനി നമ്മൾ സി വിക്ക് അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് തന്നെയാണ്. നമ്മുടെ പേര്, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ അഡ്രസ്, നമ്മുടെ ഇമെയിൽ ID, ഫോട്ടോ, ഇതെല്ലാം ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസിലാണ് നമ്മൾ കൊടുക്കുന്നത്. സി വിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സമ്മറിയാണ്. സി വിയുടെ ഒരു ഹാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഫുൾ ഔട്ട്പുട്ട്, നമ്മുടെ സി വിയുടെ ഫുൾ ഔട്ട്പുട്ടും ഈ സമ്മറിലായിരിക്കും. നമ്മുടെ സി വി ഒരാൾ പിക്ക് ചെയ്യുന്നു, വെറും 20 സെക്കൻഡ് ആണ് ആ ആള് നമ്മുടെ സി വി, നമ്മുടെ ആരുടെ വെറും 20 സെക്കൻഡിലായിരിക്കും നമ്മുടെ സി വി നോക്കുക. ആ ഒരു 20 സെക്കൻഡും അവർ നോക്കുന്ന ഈ ഒരു സമ്മറി പാർട്ടിലാണ്. അപ്പോൾ ആ ഒരു പാർട്ടിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. എന്നാൽ നിങ്ങളതൊരു 3-4 സെന്റൻസിൽ നിർത്താൻ വേണം. ഒരുപാട് വാരി വലിച്ചിട്ട് അത് എഴുതാനും നിൽക്കരുത്. 3 to 4 സെന്റൻസിൽ നിങ്ങൾ സമ്മറി നിർത്താം. അപ്പോൾ ആ ഒരു സമ്മറി നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എവിടെന്നെങ്കിലൊക്കെ കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്ത് വെക്കുന്നവരൊക്കെ ആണെങ്കിലും, മുന്നേ ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ആണെങ്കിൽ അത് ചെയ്യാതെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ സി വിയിൽ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജോബ് വേക്കൻസിക്കാണോ നിങ്ങൾ കൊടുക്കുക, അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ലേ നമ്മൾ സി വിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ആ കാര്യങ്ങൾ സമ്മറി മാത്രം എന്ത് ചെയ്യുക, ഒരു 3 to 4 സെന്റൻസിൽ നിങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് സ്കിൽസ് ആണ്. സ്കിൽസ് ആണെന്ന് ഉദ്ദേശിച്ചത് പ്രൊഫഷണൽ സ്കിൽസ് ആണ് കേട്ടോ. നിങ്ങൾ ഏത് വേക്കൻസിക്കാണ് അപ്ലൈ ചെയ്യുന്നത്, ആ ഒരു വേക്കൻസിക്ക് ഉള്ള സ്കിൽസ് നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളൊരു ഓപ്പറേഷൻ മാനേജറായിട്ട് അല്ലെങ്കിൽ ഒരു സെയിൽസ് മാനേജറായിട്ട് കൊടുക്കുന്നെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്കിൽസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഹോസ്പിറ്റൽ ഫീൽഡിലേക്ക്, ഇപ്പോൾ ഞാൻ ലാബ് ടെക്നോളജിസ്റ്റ് ആണ്, അപ്പോൾ ലാബ് ടെക്നോളജിസ്റ്റ് എന്ന രീതിക്ക് എൻ്റെ സ്കിൽസ്, അനലിറ്റിക്കൽ സ്കിൽസ്, QC, ഗുഡ് കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ സ്കിൽസ്, നമുക്ക് എക്സ്ട്രാ കരിക്കുലർ സ്കിൽസ് ഒക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ സി വിയിൽ ഇൻക്ലൂഡ് ചെയ്യരുത്. ഈ ഒരു സ്കിൽ പാർട്ടിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യരുത്. അടുത്ത് നമ്മൾ വെക്കുന്നതാണ് വർക്ക് എക്സ്പീരിയൻസ്. ഈ വർക്ക് എക്സ്പീരിയൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ റിവേഴ്സ് ക്രൊണോളജിക്കൽ ഓർഡറിൽ വേണം നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് വെക്കേണ്ടത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ ലാസ്റ്റ് ചെയ്ത ജോബ് ആയിരിക്കണം നിങ്ങൾ ഫസ്റ്റ് വെക്കേണ്ടത്. ഇപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് എഴുതി നിങ്ങൾ അടുത്ത് വെക്കേണ്ടത് 2023 നിങ്ങളുടെ ലാസ്റ്റ് ജോബെങ്കിൽ ആദ്യം 2023 വെക്കുക. പിന്നെ നിങ്ങൾ 2021 ഉണ്ടെങ്കിലോ 20 ഉണ്ടെങ്കിലോ 2019 ഒക്കെ അതിന്റെ പിറകിൽ വേണം നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എപ്പോഴും ആലോചിക്കുക, ലാസ്റ്റ് ചെയ്ത ജോബ് വേണം ഫസ്റ്റ് വെക്കേണ്ടത്. അങ്ങനെയാണ് സി വിയിൽ എപ്പോഴും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. എന്താ പറയുക, എക്സ്പീരിയൻസിന്റെ അവിടെ നിങ്ങൾ കീവേഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ATS ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ചില വാക്കുകളാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വാക്ക് നിങ്ങളുടെ സി വിയിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സി വി പെട്ടെന്ന് പിക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ ഒരു എക്സ്പീരിയൻസിന്റെ അവിടെ ആയാലും കീവേഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തെന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ആണ്. ഈ എഡ്യൂക്കേഷന്റെ പാർട്ടിൽ ഒരുപാട് പേര് 10th പഠിച്ച സ്കൂളിന്റെ പേര്, +2 പഠിച്ച സ്കൂളിന്റെ പേര്, +2ന്റെ മാർക്ക്, പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, ഇതൊക്കെ വെക്കാറുണ്ട്. ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 ക്വാളിഫിക്കേഷൻസ് ആണ് നിങ്ങൾ വെക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ BTech MTech ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം MTech വെക്കുക, രണ്ടാമത് BTech വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോളേജ് എന്താണെന്ന് വെച്ചാൽ അത് മെൻഷൻ ചെയ്യാവുന്നതാണ്. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെർസെൻറ്റേജ് വെക്കാം, മാർക്കിന്റെ പെർസെൻറ്റേജ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ വെക്കാം. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഡിഗ്രി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ BTech മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം മാത്രം അവിടെ മെൻഷൻ ചെയ്താൽ മതിയായിരിക്കും. അടുത്തൊരു പാർട്ടാണ് അച്ചീവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ, അപ്പോൾ ഈ ജോലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു അച്ചീവ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഈവൻ ഇന്റേൺഷിപ്പ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അച്ചീവ്മെന്റ്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ പ്രത്യേകിച്ച് അച്ചീവ്മെന്റ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ഇന്റേൺഷിപ്പ് മിക്കവാറും എല്ലാവർക്കും ഉള്ള ഒന്നാണല്ലോ, അപ്പൊ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് വെക്കാം കേട്ടോ. പിന്നെ അടുത്ത ലാസ്റ്റത്തെ കാര്യമാണ് റെഫറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സി വിയിൽ റെഫറൻസ് ആരെയാണോ വെക്കുന്നത് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസോ പേരോ ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യു വിൽ ബി പ്രൊവൈഡഡ് അപ്പോൺ റിക്വസ്റ്റ് എന്ന് മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതിയായിരിക്കും. അവർ അഥവാ റിക്വസ്റ്റ് ചെയ്യുവാണ്, റെഫറൻസ് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സി വിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ എപ്പോഴും നമ്മുടെ പേര് വെക്കുമ്പോൾ ചിലവർ ബോൾഡ് ലെറ്റേഴ്സിൽ നമ്മുടെ പേര് വെക്കാറുണ്ട്. ഒത്തിരി ബോൾഡായിട്ട് നമ്മുടെ പേര് വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാട്ടോ. പിന്നെ ഫോട്ടോയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എപ്പോഴും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ തന്നെ നിങ്ങൾ വെക്കുക. ബാക്ക്ഗ്രൗണ്ട് വൈറ്റോ ബ്ലൂ ആയിട്ടുള്ള ഫോട്ടോസ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
കുറച്ചധികം കീവേഡ്സുകൾ നിങ്ങളുടെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് വെച്ചിട്ടാണ് അവർ പിക്ക് ചെയ്യുന്നത്, നമ്മുടെ CV പിക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ CV അവരുടെ കയ്യിൽ കിട്ടണമെങ്കിൽ അവർ ടൈപ്പ് ചെയ്യുന്ന ആ രീതിക്കുള്ള കീവേഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, ആ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ CVയിൽ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.